salt and pepper. Bum 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 bum. ഓരോ ആഘോഷങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ നല്ല ഭക്ഷണം അല്ലേ. അതിപ്പോൾ ഓണമായാലും റമദാൻ ആയാലും ക്രിസ്മസ് ആയാലും നല്ല ഭക്ഷണം ബന്ധുക്കളുമായിട്ട് വളഞ്ഞിരുന്ന് കഴിക്കുന്നത്, അതാണ് സത്യത്തിൽ നല്ലൊരു ആഘോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ക്രിസ്മസ് വന്നെത്തിയിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് കുറച്ച് ക്രിസ്മസ് വിഭവമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറും എത്തുകയാണ്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഇതാ റെഡിയാക്കാനായിട്ട് സ്വപ്ന സോണി ഭയങ്കര ഷെഫാണ്. ക്രിസ്മസ് വിഭവത്തിൽ ഭയങ്കര പേര് കേട്ട ഒരാളാണ്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ? ഇന്ന് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ഫ്രൂട്ട് ടിക്ക. ഫ്രൂട്ട് ടിക്കായോ? നമ്മൾ കുടിക്കുന്ന ഫ്രൂട്ടി കൊണ്ട് ഉണ്ടാക്കുന്ന കായോ? അല്ല, ഫ്രൂട്ട് ടിക്ക. ഫ്രൂട്ട് ടിക്ക, അതായത് ഒരു സ്റ്റാർട്ടർ അല്ലേ? സ്റ്റാർട്ടർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? പ്രത്യേകത ഫ്രൂട്ടും വെജിറ്റബിളും മാത്രമേ ഉള്ളൂ. കാര്യം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറെ മീറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു സമ്മിശ്ര ആഹാരം ആയിട്ട് അല്ലേ? അപ്പം വെജിറ്റേറിയൻസിനും എന്തെങ്കിലും കഴിക്കണ്ടേ, അതിനു വേണ്ടി. ശരി, എന്നാ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ക്രിസ്മസിന് ഫ്രൂട്ട് ടിക്ക പെട്ടെന്ന് കണ്ടു പഠിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഓയിൽ, ചാട്ട് മസാല 1 സ്പൂൺ. ഓക്കെ, ചാറ്റ് മസാല നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു മസാലയാണ്. ചാറ്റ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. കുറച്ച് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതൊക്കെ അങ്ങനെ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല മണം. പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടാം. ഇത് കാശ്മീരി മുളകാണോ നമ്മൾ സാധാരണ? അതുകൊണ്ട് തന്നെ കളറും എരിവും ഇല്ലേ, എരിവ് കുറവായിരിക്കും. കളർ നല്ല കളർ കാണും. പിന്നെ ഈ പുളിയും മധുരവും എല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹണി, തേനും ചേർത്തും. അത് ശരിയാ, എല്ലാം കൂടെ ഉണ്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിളും, അപ്പോൾ എല്ലാം വേണം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ടൊമാറ്റോ ആണ്, ഇട്ടിട്ടെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിൾ കണ്ടു പഠിച്ചോണേ. ഓണിയൻ. ഓണിയൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എല്ലാം സ്ക്വയർ കട്ട് ചെയ്തേക്കും. ഇത് ക്യാപ്സിക്കം ആണ്. ഓ, ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ ഇത് ടൊമാറ്റോ കൊണ്ടുവരണേന്ന്. ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ഒരു കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ. പിന്നെ എല്ലാം ഞാൻ ചോദിക്കാൻ വരാം, എന്തേ ഇരിക്കണോ എല്ലാം. ഇപ്പോൾ ക്യാപ്സിക്കം 3 കളറിൽ എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കളർഫുൾ ആയിട്ടുണ്ട്, ഒരു ആഘോഷമാണ്. ഇനി അതിലേക്ക് നമ്മൾ പനീർ ഇടുവാണ്. സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾ ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് കുത്തിയെടുക്കണം. ശരി ശരി, ടിക്ക ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുരുത്തെടുക്കണം. ഇനി ഇത് വെച്ചാൽ മതി. കുറച്ച് തീ കുറച്ച്. അപ്പോൾ അത് നമ്മുടെ പാനിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് സമയം ഇത് ചെയ്യാൻ എടുക്കത്തുള്ളൂ. കാര്യം പനീർ മാത്രം ഒന്ന് കുക്കായാൽ മതി. അതുപോലെ വളരെ സിമ്പിളുമാണ് അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല കളർഫുള്ളാണ്, ടേസ്റ്റിയാണ്, മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. ഒരു സ്റ്റാർട്ടർ ഗംഭീരം. ഈ ക്രിസ്മസിന് പറ്റിയ സോൾട്ട് ആൻഡ് പെപ്പർ തരുന്നൊരു സമ്മാനം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് പൊള്ളി വരാനായിട്ട് തിരിച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊള്ളി വന്നു തുടങ്ങി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടണം. പനീറിന്റെ ചെറിയ ബ്രൗൺ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ടിക്ക ഏതാണ്ടല്ല തയ്യാറായി കഴിഞ്ഞു. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നല്ല ചൂടോടെ അല്ലേ? ചൂടോടെ കഴിക്കാം.
എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയേ ക്രിസ്മസിന്. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അലങ്കരിച്ചൊക്കെ വന്ന് നിൽക്കുമ്പോഴുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വിഭവത്തിലേക്ക് പോവാം അല്ലേ? എന്നിട്ട് ലാസ്റ്റിലെല്ലാം കൂടെ വിഭവ സമൃദ്ധമായിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മുടെ സ്റ്റാർട്ടർ ഗംഭീരമായി. ഇനി നമ്മളൊരു താറാവ് പാൽക്കറി. താറാവ് പാൽക്കറി, ആഹാ, അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാനായി. ആണോ? ശരി, എന്നാ പിന്നെ ക്രിസ്മസ് വിഭവങ്ങൾ കൊണ്ട് ഇന്ന് സമ്പന്നമാവുകയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. അതിലേക്ക് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച്. വെളിച്ചെണ്ണയുടെ ഒരു സുഗന്ധം വേറെ ഒരു എണ്ണയ്ക്കും കിട്ടത്തില്ല അല്ലേ? നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതിലേക്ക് ഒരല്പം ഇഞ്ചി, പച്ചമുളക്, സവാള. ഇത് കുറച്ച് സവാള കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. സവാള കൂടുമ്പോൾ ഒരു ടേസ്റ്റും കൂടും. നമ്മൾ 2 താറാവ് എടുത്തിട്ടുണ്ട്. ആഹാ, അതാണ് ഇത്രയും കൂടുതൽ സവാള ഇട്ടല്ലേ? എല്ലാവർക്കും കഴിക്കണ്ടേ? ശരിയാ, ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ക്രൂ മുഴുവൻ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. ഗംഭീരമായിട്ടുള്ള ഒരു വിഭവ സമൃദ്ധമായ കറിയാണ്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക. കറിവേപ്പിലയൊക്കെ കാര്യമായിട്ട് ഇടുക. കറിവേപ്പില നല്ല കാര്യമായിട്ട് തന്നെ ഇട്ടല്ലേ? എത്ര ഇതില് എത്ര വേണമെങ്കിലും ഇടാം. ആണോ? അതിന്റെ മണത്തിന്. സവാള നന്നായിട്ട് ഏതാണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഇച്ചിരി കുറച്ച് ഗരം മസാല പൗഡർ. ഓ, അതാണല്ലോ ഗരം മസാലയാണല്ലോ അതിൻ്റെ ഒരു കൂട്ടുകാരൻ. കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ. ഓക്കെ. സാധാരണ കുരുമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് ഉപയോഗിച്ചതേ ഉള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരൽപ്പം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഒരല്പം വെള്ളം ഒഴിക്കാം. ഇതിന്റെ മാംസത്തിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ? ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന. മൂടി വെക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ താറാവ് കുക്കറിൽ വെച്ച് നമ്മളിപ്പോൾ എത്ര ഒരു കറക്റ്റ് ഒരു 5 വിസിൽ, ഒരു 3 വിസിൽ കഴിയുമ്പം തീ കുറച്ചിടുക. അത് കഴിഞ്ഞ് ഒരു 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ഇട്ടിട്ട് തുറക്കാം. തുറക്കാം അല്ലേ? എന്നാൽ തുറക്കാം. ഞാൻ ഇത് വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. തുറക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഇനിയാണ് ഇതിന്റെ ബാക്കി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെയും വേവ് കറക്റ്റ് ആവില്ല, അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ടല്ലേ? അതല്ലെങ്കിൽ പൊടിഞ്ഞു അങ്ങ് പോകും, കിട്ടില്ല. ശരിയാ, പിള്ളേരൊക്കെ വീട്ടിൽ ഈ കോഴി അല്ലെ താറാവൊക്കെ കറി വയ്ക്കുമ്പോൾ അതിന്റെ പൊട്ടറ്റോ തിന്നാനായിട്ടിരിക്കും. അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ വലിയ സങ്കടമാകും. ഇത് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനോടുകൂടി തന്നെ നമുക്ക് തേങ്ങാപ്പാൽ, 1-ാം പാല് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ആ തിക്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടി. സ്റ്റൂവിനൊക്കെ ആകുമ്പോൾ നമ്മൾ 2-ാം പാല് ഇട്ടിൽ വേവിക്കുകയൊക്കെ ചെയ്യും. ഇത് അങ്ങനെ ഒന്നും വേണ്ട, 1-ാം പാല് മാത്രം നമ്മൾ ഇതിനകത്ത് ചേർക്കും. തയ്യാറായി കഴിഞ്ഞ സംഭവം. ഇനി വേണ്ടത് ടൊമാറ്റോ. നേരത്തേക്ക് ഈ ടൊമാറ്റോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അലിഞ്ഞു പോയേനെ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്ര എളുപ്പത്തിലല്ലേ പുതിയൊരു റെസിപ്പി നമ്മൾ പഠിച്ചെടുത്തത്, അതും ഈ ക്രിസ്മസിന്. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ക്രിസ്മസ് സമ്മാനങ്ങൾ. ഇനിയുണ്ട് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് പേസ്റ്റ്.
തിക്നെസ് കൂട്ടാൻ വേണ്ടി ടേസ്റ്റിയാണ്. കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ച് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കണം. അതിനുശേഷം പേസ്റ്റ് ആക്കിയ നല്ല ഫൈനായിട്ടുള്ള മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നോർമലി ചില ഈ അസിഡിറ്റി ഉള്ള ആൾക്കാരൊക്കെ റെഡ് കറി കണ്ടു കഴിഞ്ഞാൽ വലിയ പേടിയായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കറി കാണുമ്പോൾ എരിവ് കാണും ഇതിന്. കാര്യം പച്ചമുളകും നമ്മൾ കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് നമ്മൾ തൊലി കളയാത്ത താറാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് നല്ല നെയ്യായിരിക്കും. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾ ഡയറ്റ് നോക്കേണ്ട. പിന്നെ ക്രിസ്മസിനെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് കഴിക്കുക? ക്രിസ്മസിനും ഡയറ്റ്, ഓണത്തിനും ഡയറ്റ്, റംസാനും ഡയറ്റ്, അത് പറ്റുമോ? ചില ദിവസങ്ങളിലൊക്കെ കഴിക്കണം. കുറച്ചുകൂടി കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനൊന്ന് ഭംഗിയാക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ടാലേ അതിന്റെ ഔഷധ ഗുണം അതിലോട്ടെത്തും. താറാവ് പാൽക്കറി തയ്യാർ. താറാവ് പാൽക്കറി തയ്യാർ. അങ്ങനെ കൊതി വരുന്ന അടുത്ത ക്രിസ്മസ് വിഭവത്തിലേക്ക് പോവുകയാണ്. അടുത്തത് നമുക്കൊരു പോർക്ക് പൊരിയൽ. പോർക്ക് പൊരിയൽ, അതിലേക്കായിട്ട് പോർക്ക് ഇതൊന്ന് പുഴുങ്ങിയിട്ടുണ്ടല്ലേ? ഇത് മഞ്ഞൾ ഉപ്പിട്ട് പുഴുങ്ങിയതാ. ഇങ്ങനെയൊക്കെയാണ് നല്ല പോർക്ക് കറി വയ്ക്കാൻ അറിഞ്ഞൂടാത്ത പലരും ഉണ്ട്. പോർക്ക് പ്രിപ്പയർ ചെയ്യാൻ അവർ ഇതാ കണ്ട് പഠിച്ചോളൂ. ഇനി അത് അറിഞ്ഞൂടാന്ന് പറയരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ ഈ സൈഡിലോട്ട് കല്യാണങ്ങൾക്ക് വിളമ്പുന്ന ഒരു ഡിഷായത് പോർക്ക് പൊരിയൽ. ബീഫ് ആയിരിക്കും. ആക്ച്വലി നമ്മുടെ ഈ സ്ഥലം ഇതിന്റെ ഇതിപ്പോ കൊല്ലം ജില്ലയാണോ ആലപ്പുഴ ജില്ലയാണോ? കൊല്ലം ജില്ലയാണ് കറക്റ്റ് സ്ഥലം. തെക്കുംഭാഗം, കൊല്ലം തെക്കും ഭാഗത്താണ് നിൽക്കുന്നത്. എണ്ണ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണ തന്നെയാണോ അതോ? വെളിച്ചെണ്ണ. ഓക്കെ. സ്ലൈസ് ചെയ്ത സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ട. സവാള ഒത്തിരി മുരിഞ്ഞു പോകണ്ട. ആ കളർ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പ്, ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കടുക് പൊടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത കടുക് ചതച്ച് വെക്കും. നമ്മൾ പച്ചടിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഇതില് ചതച്ച് വെച്ച കടുക് ഇത് കൂടുതൽ വേണം പോർക്കിൽ. ഫോറിനേഴ്സിന്റെ ഒരു സ്റ്റൈലാണല്ലേ ഇത്. ഒരു മസ്റ്റർഡ് സോസ് യൂസ് ചെയ്യും നമ്മൾ. കടുക്. പിന്നീട് വേണ്ടത് ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ വേണം. വേറെ മസാല അധികമൊന്നും ഇല്ല, മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വളരെ ഈസി കുക്കാണല്ലേ, എളുപ്പം ചെയ്യാം. ഇത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇത് കാണുന്നവർക്ക് പെട്ടെന്ന് പഠിക്കാം. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് എരിവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചേർക്കുന്ന വൈറ്റ് പെപ്പർ പൗഡർ. ഓക്കെ. വൈറ്റ് പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പർ അറിയാമല്ലോ, നമ്മുടെ കുരുമുളകിൻ്റെ തോട് കളഞ്ഞ് പൊടിച്ചെടുക്കുന്നതാണ് വൈറ്റ് പെപ്പർ. അല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾ ചേർത്താണ് നമ്മൾ വേവിച്ചത്, എന്നാലും ആ സവാളയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് കെങ്കേമമാകുന്നു. എല്ലാം മുരിഞ്ഞ് മണം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോർക്ക് തട്ടിയിടാം. ഇതിന് കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു പൊട്ടറ്റോ ആണോ അല്ലേ? പൊട്ടറ്റോ, വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ. അത് ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് പ്ലേറ്റ് ചെയ്യും. എല്ലാം ഓർത്ത് വെച്ചോണം. ഒരുപാട് വിഭവങ്ങളായതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുത്ത് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ബാക്കിൽ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ, ഫ്രണ്ടിൽ ഒരു പുൽക്കൂട്, അതിൻ്റെ ഫ്രണ്ടിൽ വിഭവസമൃദ്ധമായ ക്രിസ്മസ് വിഭവങ്ങൾ തയ്യാറാകുന്നു. എന്താ ഒരു മണം, എന്താ കാഴ്ച. നമുക്ക് ഇനി ഇത് ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് ആഡ് ചെയ്യട്ടെ? ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോകും അല്ലേ? ഇത് ഒത്തിരി ഇട്ട് പൊടിക്കാതെ ആ ഒരു ബിസ്ക്കറ്റിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത്. ഇത് കട്ട് ചെയ്യുന്ന തന്നെ ഒരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് തിരിച്ചിടത്തില്ലേ, അതുപോലെ തിരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഇതിൽ കിട്ടും. പൊരിയൽ
നമുക്കിനി പൊട്ടറ്റോ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർക്കാം. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണ്. അങ്ങനെ പോർക്ക് പൊരിയലും തയ്യാറായി. അടുത്ത ഡിഷിലേക്ക് പോകാം. അടുത്തെന്താണ്? അടുത്തത് നമുക്കൊരു മധുരം. ഓക്കെ, അതായത് ഡെസേർട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം. ഓക്കെ, തുടങ്ങാം. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരെണ്ണ. വളരെ കുറച്ച് സമയം മതി. ശരി, തുടങ്ങാം. അല്ലേ, വളരെ കുറച്ച്. എന്താണ് ഇതിന്റെ പേര്? ഇത് കാരമൽ പുഡി. നമ്മൾ ആദ്യം തന്നെ കാരമൽ ആക്കാൻ വെക്കാം. പാത്രം ചൂടാക്കാൻ വെക്കാം. ഒരു കറക്റ്റ് ഒരു മെഷർമെന്റ് എടുത്ത് 1 കപ്പാണ് ഇത്. 1 കപ്പ് പഞ്ചസാര. ഇതെന്താണ്, കരിച്ചെടുക്കുകയാണോ ഉരുക്കിയെടുക്കുകയാണോ ലക്ഷ്യം? ഉരുക്കി എടുത്താൽ മതി. തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ അത് സെറ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് 3 മുട്ട. 3 മുട്ട, 1 ടിൻ കണ്ടൻസ് മിൽക്ക്. ഒരു 400 ഗ്രാമിൻ്റെ ടിന്നിലുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓക്കെ, അത് സെയിം ടൈമിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒഴിച്ച അതേ അളവിൽ തന്നെ നമ്മൾ പാലൊഴിക്കും. ഒന്നും കിട്ടില്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന മിക്സിയിലെ ബ്ലേഡ് അങ്ങ് ഉപയോഗിക്കുക. മിക്സിയിലായാലും മതി. അതേ അളവിൽ തന്നെയാണ് പാലെടുക്കുക. കണ്ടൻസ് മിൽക്കിന്റെ സെയിം അളവിൽ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ട്. ഇതിന് ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇത് ആദ്യം ഒരു ഹണിയുടെ കളറിലോട്ട്, തേനിന്റെ കളറിലോട്ടാണ് ഇത് വരുന്നത്. വന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കാരമലിന്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ തീന്ന് മാറ്റണം. അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് മാറ്റുക. സ്മെല്ലിങ്ങനെ നോക്കിയാണ് കാരമലിൻ്റെ. ആ കളർ ഇതാ ഈ ഒരു കളറിലോട്ട് വരും അത്. ഓക്കെ, അപ്പം നമുക്കിനി ഓഫ് ചെയ്യാം. അതിലിട്ട് എന്താ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്? ഇത് ജാതിക്ക പൊടിച്ചു വെച്ചത്. ഈ പഞ്ചസാര ഉരുകിയത് പിള്ളേർ കൈകാര്യം ചെയ്യരുത്, കാരണം ദേഹത്തൊക്കെ വിട് കഴിഞ്ഞാൽ നല്ല ചൂടാന്നല്ല, പൊള്ളി ഇല്ലാണ്ടായി പോകും. ജസ്റ്റ് അതൊന്ന് ഇട്ടിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഈ ജാതിക്ക എൻ്റെ പൊടിയായിട്ടത്, അതാണ് ജാതിക്ക. ഇനി നമുക്കിത് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ആ മുട്ടയുടെ വെള്ള പീസ് അതിനകത്ത് വീഴാതിരിക്കാണ്. ഇത് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാനായിട്ട് ഓൾറെഡി ഒരു ബൗളിൽ കുറച്ച് വെള്ളവും അതിനകത്ത് പൊങ്ങി നിൽക്കാനായിട്ട്. കവർ ചെയ്ത് ആവി ഇതിനകത്ത് വീഴാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നൊരു ഫോയിൽ വെച്ച് കവർ ചെയ്യണം. എന്നിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് റെഡിയായി വരട്ടെ. ഇതിനിടയ്ക്ക് നമുക്ക് 15 മിനിറ്റ് എടുക്കും. ഓക്കെ, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ വിഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. കാണുകയും കഴിക്കുകയും ടേസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം അല്ലേ? ക്രിസ്മസ് ആയിട്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ ഈ പാചകം ഒരുപാട് സമയം കണ്ടു കഴിഞ്ഞാൽ വിശപ്പ് മാറുമെന്ന, ആ വിശപ്പ് മാറുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് വിഭവങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട്, ഇതെല്ലാം ഗംഭീര ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവരെ എല്ലാവരെയും കൂടെ ഇങ്ങ് ക്ഷണിക്കുകയാണ്. അപ്പോൾ മെറി ക്രിസ്മസ്, വരൂ, എല്ലാവരും കൂടെ ഇങ്ങ് വരൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇത് കാഴ്ച പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഗംഭീരമാണ്. നമുക്കിനി ഇതങ്ങ് സെർവ് ചെയ്യാം എല്ലാവർക്കും കൂടെ. ഗംഭീര വിഭവം. ഇത് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ഇങ്ങനെ ഒരു വിഭവം പരിചയപ്പെടുത്തിയ സംതൃപ്തിയുമായി എല്ലാവർക്കും ഈശ്വരൻ്റെ ക്രിസ്തുവിൻ്റെ ജന്മനാളാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട്
ആചരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെ വിശ്വസും ഈ വരുന്ന ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കട്ടെ. നല്ല സമ്പൽ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ. മെറി ക്രിസ്മസ്. ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം.